உருத்துங்கோ தாய் சாதம் ரெடி பண்ணுங்கோ மடுமாங்க உருத்துங்கோ தாய் சாதம் ரெடி பண்ணுங்கோ மட்டமாமே கிட்ட வாடி அட்டமல வஜதாடி அடி சும்மா நம்ம கதாபகாலா அடி சும்மா நம்ம கதாபகாலா சொல் வேணுங்க மடுமாங்க உருத்துங்கோ தாய் சாதம் ரெடி பண்ணுங்கோ குத்துலடி அம்மா கருவாடி சும்மா கருதாடி நீங்க தண்டி வாடி அம்மா கருலடி சும்மா கருவாடி அண்ணா கொடி நாடி நீ சும்மா கருலாடி நீ பார்த்து கோலாரிடா நான் பார்த்து பால்வாரிடா மீதா என்னோட வாசம் தான் பாலா ஐயம்மா நம்ம பேச்சு விட்டாடா அம்மா உங்க அம்மா என்ன சேர்த்து வைப்பாளா ஐயம்மா நம்ம பேச்சு விட்டாடா அடா என்ன சொல் வேணுங்க மடுமாங்க உருத்துங்கோ தாய் சாதம் முன் வாசம் தான் என்னோட நீ வாசம் தான் உன்னால உள்காயம் தான் உண்டாச்சு பலமாயம் தான் அடிவாட நீ வாட என்னோட அம்மா நம்ம சேர்த்து வைப்பாடா சும்மாடி சும்மா நம்ம தாவகாலா அம்மா நம்ம சேர்த்து வைப்பாடா சும்மாடி சும்மா நம்ம தாவகாலா என்ன சொல் வேணுங்க மடுமாங்க உருத்துங்கோ தாய் சாரம் ரெடி பண்ணுங்கோ அட்டமாமி கிட்ட வாடி அட்டமடை வததாண்டி சும்மாடி சும்மா நம்ம தாவகாலா அடி சும்மா நம்ம தாவகாலா പൂർണ്ണശ്രീ അടിച്ചു ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുറച്ച് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ, എവിടെയൊക്കെ ഓർഡർ എന്നൊക്കെ. നമ്മുടെ പൂർണ്ണശ്രീ ചേട്ടൻ ഒന്ന് കൈകാര്യം ചെയ്തേക്കണം കേട്ടോ. ശിഷ്യത്വം സ്വീകരിക്കുന്നത് നല്ലതാട്ടോ. അടിപൊളിയായിരുന്നു. നല്ല ജോഡികൾ രണ്ടുപേരും. എന്തായാലും ഉങ്കമ്മ എങ്കമ്മ എല്ലാം ചേർത്ത് ലാസ്റ്റ് ഡയലോഗ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചാൽ എന്താ മോളെ, അതെന്താ പറഞ്ഞത്? ആണോ? അതാണോ?
എന്തായാലും മോളെ പാട്ടിന്റെ നല്ല ഒരു മൂഡുണ്ട്. നമുക്ക് എല്ലാവരും പിള്ളേരെല്ലാം ഇവിടെ ഡാൻസ് ചെയ്തു, ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. അതിന്റെ കറക്റ്റ് ഇനി എന്താ 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 എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ സ്പെഷ്യൽ ജസ്റ്റ് ആദ്യം പറയും, അത് കഴിഞ്ഞ് അങ്ങനെ പിന്നെ അവർ കൈകാര്യം ചെയ്തോളൂ. മോളെ വണ്ടർഫുൾ ഗുണ്ടർബാർ. അതെ, രണ്ടാമത് പറഞ്ഞത് രണ്ടാം പറഞ്ഞ് മനസ്സിലായില്ലേ? ഇല്ല, വണ്ടർഫുൾ. അതിന്റെ കഥയുണ്ട്. ഞാൻ ബാംഗ്ലൂർ ഷോന് പോയതാണ്. ഷോ വലിയ കുഴപ്പമില്ലാതെ ചെയ്തു എന്നുള്ള അഭിപ്രായം, എന്റെയും നാട്ടുകാരുടെ അഭിപ്രായം അങ്ങനെ തോന്നിയത്. അത് കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരു ഫാദറാ നടത്തിയത്. അച്ഛനോട് ചോദിച്ചാൽ അച്ഛ ഷോ എങ്ങനെ ഉണ്ടായിരുന്നു? അതൊരു പോസ്റ്റ് ഇട്ടിട്ട് അച്ഛൻ പറഞ്ഞു, ബിജു പ്രോഗ്രാം വണ്ടർഫുൾ ഗുണ്ടർബാർ. അപ്പൊ ഞങ്ങളെല്ലാം ഒന്നും ഒരു പോസ്, ഇനി അത്ര മോശമായ പരിപാടി നോക്കുമ്പോ അത് നന്നായെന്നാണ് അച്ഛൻ ഉദ്ദേശിച്ചത്. അത് ഞാൻ കടവെടുത്തെന്ന് മാത്രമേ ഉള്ളൂ, പേടിക്കണ്ട. ഇപ്പോഴും അതെന്താന്ന് ഇവരെ മനസ്സിലായിട്ടില്ല. മോളെ അസ്സലായി മോളെ. ഇതെന്ത് ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യാന് കണ്ണു വയ്ക്കില്ല ആരെങ്കിലും? എനിക്ക് വയ്യ. ഇങ്ങനെ പെർഫോം ചെയ്ത് അബദ്ധയാന്നുള്ളതല്ലേ? അസ്സലായി. ശ്രുതിയാണ്, അതായത് മോള് ഏത് റേഞ്ചിൽ പോയാലും പക്കയാണ് ശ്രുതി, സ്റ്റഡിയാണെന്നുള്ളതാണ്. പിന്നെ ചേട്ടൻ കുറച്ചിടയ്ക്ക് വിട്ടുപോയല്ല, കുഴപ്പമില്ല, ക്ഷമിച്ചേ. എനിക്ക് വേറെ കൂടുതലായിട്ട് ഒന്നും പറയാനല്ലോ, മോളെ അസ്സലായിട്ട് മോള് പാടി. എനിക്കും അത് തന്നെ പറയാനുണ്ട്. അസലായിരുന്നു മോളെ. ശരിക്കും ഇപ്പൊ രണ്ട് റൗണ്ട് കഴിഞ്ഞു അല്ലേ മോളത്? രണ്ടിലും സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ ഈ ശ്രുതിയാണ്. പക്കായിട്ട് നിൽക്കും, അതങ്ങനെ കാതിലങ്ങനെ നിൽക്കും ആ ശ്രുതി. ഏത് ഇപ്പൊ ഇതൊക്കെ അടിപൊളി പാട്ട്, ശ്രുതി പോവാൻ വളരെയേറെ സാധ്യതയുള്ള പാട്ടാണിത്. പിന്നെ ഈ ബേസിൽ വരുന്ന പോർഷൻസ് നമ്മൾ വിചാരിക്കും മോളുടെ ആക്ഷനെ കാണുമ്പോഴത്തേക്കും അത് കിട്ടില്ല, മിക്കവാറും ലെവൽ ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. പക്ഷെ എന്നാൽ അതിന് നല്ല പ്രസൻസ് ഉണ്ട്, അതാണ് ഒരു സത്യം. അതുപോലെ റേഞ്ചും കിട്ടും, എല്ലാം കിട്ടും. പിന്നെ എനിക്ക് ആക്ഷൻ ഇങ്ങനെയൊക്കെ ഓരോ ആക്ഷൻ എടുത്തിട്ട് സൈലൻസ് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഭയങ്കര ഇന്നസെന്റ് ആയിട്ട്. അല്ല, ഇന്ന് ശരിക്കും നമ്മൾ പറയുകയും ചെയ്തു വളരെ കുറവായിരുന്നു. ശരിക്കും എന്ത് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണെന്നറിയോ? ഡാൻസ് കളിക്കുന്നത് പറ്റി എന്നൊരു പേടി കൊണ്ടല്ലേ? ഡാൻസ് ഒക്കെ വരും, പക്ഷെ ചെറിയൊരു മടി. ചേട്ടൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് കളിക്കണോണ്ടുള്ള ഒരു പേടിയായിരുന്നു. അതോ വേറെ കുറെ സ്റ്റെപ്സ് ഒക്കെ പഠിച്ചു വെച്ച് വന്നിട്ട് ഒന്ന് ചമ്മലോട് ചെയ്യായിരുന്നാണോ? ഡാൻസ് ഒക്കെ പഠിച്ചു വെച്ചിരുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞു. അതെ അല്ലേ? അപ്പൊ കളിക്കാത്തതാ അല്ലേ? പക്ഷെ കുഴപ്പമില്ല, കൂടുതൽ കണ്ണു വെക്കണ്ടെന്ന് വിചാരിച്ചു, അധികം വേണ്ടെന്ന് അമ്മ പറഞ്ഞിരുന്നു അല്ലേ? അങ്ങനെ തന്നെ ചിലപ്പോ പാട്ട് കൈവിട്ട് പോയാലോ അല്ലേ? ഓക്കെ, ഗുഡ്. നമുക്ക് സാറിന്റെ ഞാൻ എന്തായി കേട്ടെ, അസാധ്യമായിട്ടുണ്ട് മോളെ, അസാധ്യമായിട്ടുണ്ട്. പിന്നെ ടെമ്പോ, സാധാരണ ഇങ്ങനത്തെ പാട്ട് പാടുമ്പോ ടെമ്പോ കുറച്ച് ഓടാൻ സാധ്യതയുണ്ട്. ശ്രുതി ഞാൻ വിചാരിച്ചത് ബേസിൽ പാടുമ്പോ ശ്രുതി ഒന്നുകിൽ ഷാർപ്പാവും എന്ന് വിചാരിച്ചു, പക്ഷെ കറക്റ്റ് ആയിരുന്നു ശ്രുതി. പിന്നെ മോന്റെ പേരെന്താ? നിഖിൽ. കൊച്ചുമക്കളോട് കൂടെ പാടുമ്പോഴേ നമ്മള് കറക്റ്റായിട്ട് പാടില്ല, പിന്നെ അവർക്കും കൺഫ്യൂഷൻ ആവും. മോളെന്തോ ഭാഗ്യം കൊണ്ട് കറക്റ്റ് പഠിച്ച കാരണം അങ്ങനെ പാടി. ഇല്ലെങ്കിൽ വേറെ വല്ല മക്കളാണെന്ന് വെച്ചാൽ മോന്റെ തെറ്റിൽ പിന്നെ അവർക്കും പിന്നെ അടുത്ത എടുക്കുന്ന സ്ഥലം അല്ലെങ്കിൽ മാറിപ്പോവും. മോളെ ഞാൻ എന്താ ചെയ്യണ്ടേ? കെട്ടിപ്പിടിച്ച് ഉമ്മൻ തരാൻ തോന്നുന്നു. അസലായിരുന്നു മോളെ കേട്ടോ. ഓക്കെ മോൾ, ഓക്കെ മോളെ, ഓക്കെ മോളെ.